അതെ, വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് സിയോൺ റിയൽറ്റേഴ്സ് പരിചയപ്പെടുത്തുന്നത് വില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു 3 BHK അടിപൊളി വീടാണ്. നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കാണാം. മൊത്തം 7.5 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ ചുടുകല്ലിൽ പണിതിട്ടുള്ള വീടാണ്. നല്ല വലിയൊരു മുറ്റം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. 2 കാറോളം പാർക്ക് ചെയ്യാൻ പറ്റുന്ന, അകത്തൊരു കവേർഡ് കാർ പോർച്ച് ഉണ്ട്, അല്ലാതെ മുറ്റത്ത് നമുക്കൊരു കാർ കൂടി പാർക്ക് ചെയ്യാം. അങ്ങനെ 2 കാറോ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ മുറ്റത്ത് 2 ഭാഗത്ത് നല്ല 2 തെങ്ങ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മുറ്റമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് പൂന്തോട്ടം നിർമ്മിക്കാനും ഒക്കെ ആ സൈഡിലൊക്കെ നല്ല സ്ഥലം അവർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃഷി ചെയ്യാനും പൂന്തോട്ടം നിർമ്മിക്കാനും ഒക്കെ പറ്റിയ ഒരു സ്ഥലം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 7.5 സെന്റാണ് ടോട്ടൽ വരുന്നത്. കയറി വരുമ്പോൾ നല്ലൊരു പൂമുഖം കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു പില്ലറൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു എന്താ പറയുക, ഒരു എലഗന്റ് ലുക്കുള്ള ഒരു വരാന്തയാണ്. അവിടെ നേരെ വരുന്നത് നമ്മൾ ലിവിംഗ് റൂമിലേക്കാണ്. ഇതിന്റെ ഓണർ പുറത്തായതുകൊണ്ടാണ് ഇപ്പൊ അർജന്റ് സെയിലിന് വന്നിരിക്കുന്നത്. അവർ കുറച്ച് നാൾ മാത്രമേ ഇതിനകത്ത് താമസിച്ചിട്ടുള്ളൂ. കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ നേരെ ലിവിംഗ് സ്പേസിന് വരുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വേറെ അതിനകത്ത് ഒരു കാര്യം കട്ടനോ അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഡൈനിങ് റൂം നന്നായിട്ട് വലിയൊരു ഡൈനിങ് റൂം തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചണും ഈ പറഞ്ഞ പോലെ കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. മുകൾ ഭാഗത്ത് നമുക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയും അതുപോലെ കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കിച്ചണോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു ചെറിയൊരു സ്റ്റോർ റൂം അവർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഫ്രിഡ്ജിന്റെ സ്പേസ് അവിടെ കളയാതെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജ് ഇവിടെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന തരത്തിലൊരു കുഞ്ഞു സ്റ്റോർ റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. അവിടെയും കബോർഡുകളെല്ലാം കൊടുത്ത് നീറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ പുറകു വശം. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു അടുക്കള തോട്ടമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത്രയും മാത്രമേ അവർ ടൈല് ബാക്കിയിട്ടുള്ളൂ. ബാക്കിയുള്ള പോർഷൻ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറികളൊക്കെ നടാൻ പറ്റുന്ന ഒരു സ്പേസും ഇതിപ്പോ അവർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ കാട് കയറി കിടക്കുന്നത്. അതൊക്കെ അവർ നീറ്റാക്കി തരും വാങ്ങുന്നവർക്ക്. ഈ ഭാഗത്തും അത്യാവശ്യം സ്പേസ് ഉണ്ട്. 7.5 സെന്റ് ആയതുകൊണ്ട് തന്നെ വീട് ഒതുക്കിയേ ചെയ്തേക്കുന്നത്. അപ്പൊ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ നമുക്ക് സ്ഥലം കിട്ടുന്നുമുണ്ട്. നമുക്ക് ഈ ഡൈനിങ് ഏരിയ, ലിവിംഗ് ഏരിയ നമ്മൾ നേരെ വരുന്ന ഒരു വാഷ് ബേസിൻ യൂണിറ്റിലേക്കാണ്. എവിടെയാണ് വാഷ് ഏരിയ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന ഒരു കോമൺ ബാത്റൂമാണ്. നമുക്ക് എല്ലാ റൂമിൽ നിന്നും വന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തത്. നല്ല നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മെറ്റീരിയൽസ് എല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ വീട്ടിലെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കാരണം ആ കോമൺ ബാത്റൂം ആയതുകൊണ്ട് നമുക്ക് ഡോർ തുറന്ന് ഇറങ്ങുന്നത് ബാത്റൂമിലേക്കാണ്. ഇവിടെയും പറഞ്ഞ പോലെ കബോർഡുകളെല്ലാം കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ റൂമാണ്, വലിയ റൂമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും കബോർഡ് ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് റൂമിന്റെ വലിപ്പം നമുക്ക് ചെറുതായിട്ട് തോന്നുന്നത്. കോമൺ ടോയ്ലറ്റും വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. കന്നിമൂല സൈഡിലാണ് നമ്മൾ മാസ്റ്റർ ബെഡ്റൂം എപ്പോഴും കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് മിററൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡുകളെല്ലാം കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബാത്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശാലമായിട്ടുള്ളൊരു ബാത്റൂം. അപ്പൊ ഇതാണ് ഈ വീട്ടിലെ കന്നിമൂലയിലുള്ള മാസ്റ്റർ ബെഡ്റൂം. ഇനി നമുക്ക് താഴെ 2 ബെഡ്റൂം, മേളിൽ ഒരു ബെഡ്റൂമാണ്. നമുക്ക് മേളിലത്തെ കാഴ്ചകൾ കാണാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണ്. ഒരുപാട് സ്ഥലം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ്, 1800 സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, ലിവിംഗ് ഏരിയ ആണെങ്കിലും നമുക്ക് ഡൈനിങ് ഏരിയ ആണെങ്കിലും ഒക്കെ തന്നെയും കൺജസ്റ്റഡ് ആവാതെ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ബിൽഡറുടെ ഒരു മിടുക്കാണ്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് നല്ല പ്രകാശമുള്ള ഒരു ഏരിയ ആണ് മുകളിൽ. വലിയ സ്റ്റെപ്പ് ഒന്നും കയറി പോകണം, ജസ്റ്റ് കയറുമ്പോൾ നമുക്ക് മേളത്തെ ബിൽഡിംഗ് ആയി, മേളത്തെ നിലയായി. കയറി വരുമ്പോൾ മേളില് കുറച്ച് കുഞ്ഞ് സ്പേസ് ആണ്. ഒരു ബെഡ്റൂം മാത്രമേ ഉള്ളൂ ഇവിടെ. ഇത് നല്ല വിശാലമായിട്ടുള്ള ഒരു റൂം തന്നെയാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് മേളിലത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നല്ലൊരു ബെഡ്റൂമാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു നേരത്താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു ബാത്റൂമും, വലിയൊരു ബാത്റൂം തന്നെയാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ വില്ല കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സിയോൺ റിയൽറ്റേഴ്സിലേക്ക് വിളിക്കാറുണ്ട്. നമുക്ക് വില്ല കമ്മ്യൂണിറ്റിയിലെ വീട് വേണം, കാരണം പ്രായമായ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സെക്യൂരിറ്റി വേണം, അല്ലെങ്കിൽ കുറച്ച് സേഫ് ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ വില്ല കമ്മ്യൂണിറ്റി വീടുകളാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകളായിരിക്കും, കുറെ സ്ഥലം വെറുതെ കിടക്കും. അതുകൊണ്ട് തന്നെ ഈ സീനിയർ ലിവിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പ്രോജക്റ്റ് ഒക്കെ തന്നെ നമ്മുടെ നിലവിലുണ്ട്. അപ്പം സീനിയർ സിറ്റിസൺസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ അത്തരത്തിൽ നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വില്ല കമ്മ്യൂണിറ്റി എന്തുകൊണ്ടും ഒരുപാട് ഫാമിലീസ് താമസിക്കുന്ന ചുറ്റും അപ്പുറത്തും ഒക്കെ തന്നെ നിറയെ ആൾക്കാർ താമസിക്കുന്ന വീടുകളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ലോൺലിനെസ് ഒന്നും ഫീൽ ചെയ്യാതെ
വളരെ കംഫോർട്ടായിട്ട് നമുക്കൊരു വിളി വിളിച്ചാൽ അപ്പുറത്തെ ആൾ കേൾക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് റൂമാക്കി സെറ്റ് ചെയ്യാം. മേളിൽ ഒരു റൂമേ ഉള്ളൂ. നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു പോർഷൻ നമുക്ക് റൂമായിട്ട് എടുക്കാം. അത് മേളിലേക്ക് പോകുന്ന സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതല്ല നമുക്കിത് ഒന്നോ രണ്ടോ റൂം വരെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിനൊരു കൺസ്ട്രക്ഷൻ. ഇത്രയും സ്പേസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണം ഭാവിയിൽ ഒരു റൂമായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് വില്ല കമ്മ്യൂണിറ്റീസ് നമുക്കിവിടെ വില്ല പ്രോജക്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അവിടെ തൊട്ട് താഴെ വരെ ഒത്തിരി വീടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് മുല്ലശ്ശേരിയുള്ള ഈ സ്ഥലം. കരകുളം മുല്ലശ്ശേരി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം റിംഗ് റോഡ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം പണി പൂർത്തിയാകാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സ്ഥലത്തിന് വില കൂടുകയുള്ളൂ, ഒരിക്കലും അങ്ങോട്ട് താഴേക്ക് പോകില്ല. കൂടുതൽ ആൾക്കാരും ഈ നഗരം വിട്ടിട്ട് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് തിരഞ്ഞെടുക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഈ കരകുളം ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറയുന്നത്, നെടുമങ്ങാട് ആ സ്ഥലമൊക്കെ. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഡെവലപ്മെന്റ് കൂടുതൽ നടക്കുന്നതും ഈ ഒരു ഭാഗത്താണ്. എന്നാൽ സിറ്റിയുടെ നടുക്കാണ് ഈ ഒരു മുല്ലശ്ശേരി എന്ന സ്ഥലം ഇരിക്കുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും പേരൂർക്കടയാണെങ്കിലും കവടിയാറാണെങ്കിലും അമ്പലമുക്കിലും ഒക്കെ നമുക്ക് പോയി വരാൻ വളരെ എളുപ്പമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു കരകുളം മുല്ലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം. ഈ 1800 സ്ക്വയർ ഫീറ്റിലെ ചുടുകല്ലിൽ പണിതിട്ടുള്ള 3 ബെഡ്റൂം വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. ഇത് തീർത്തും നെഗോഷ്യബിൾ ആണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്കത് വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നില്ല. കാരണം ഈ ഒരു ഏരിയയിലൊക്കെ ഇനി അങ്ങോട്ട് നല്ല വില കയറുന്ന സ്ഥലം കൂടിയാണ്. സോ ഇപ്പോൾ വാങ്ങിച്ചിടുന്നവർക്ക് ഇതൊരു ഒരു നല്ലൊരു അസറ്റ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വീട് വേണം, ഒരു ഗ്രാമാന്തരീക്ഷം, എന്നാൽ ഒരു വില്ല കമ്മ്യൂണിറ്റിയിൽ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർത്ത് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും നന്ദി.